പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എലിമിനേഷൻ ചേംബർ പ്രീമിയം ലൈവ് ഇവന്റ് കഴിഞ്ഞതിന് ശേഷമുള്ള സ്റ്റോറി ലൈൻ അപ്ഡേഷൻസിൽ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് സൂപ്പർ താരമായ റോമൻ റെയിൻസിന് വമ്പൻ മറുപടിയുമായി CM Punk കളത്തിലേക്ക് ഇറങ്ങിയതിനെ സംബന്ധിച്ചാണ്. നമുക്കറിയാം റസൽമേനിയ 42-ൽ CM Punk വേഴ്സസ് റോമൻ റെയിൻസ് തമ്മിലുള്ള മത്സരം തന്നെയാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത്. ഫിൻ ബാലറിനെതിരെയുള്ള CM Punkന്റെ ഈ എലിമിനേഷൻ ചേംബറിലെ വിജയത്തോടു കൂടി ആ ഒരു മത്സരം ഒന്നും കൂടി കൂട്ടി ഉറപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിച്ചു. എന്തായാലും ഫിൻ ബാലറിനെതിരെ നല്ലൊരു പ്രകടനത്തോടു കൂടി CM Punk ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ റിട്ടേൺ ചെയ്തതിന് ശേഷം CM Punkന് അങ്ങനെ വെറുതെ ഇരിക്കേണ്ട ഒരു സ്ഥിതിയല്ല നിലവിൽ ഉണ്ടായിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഈ മത്സരം കഴിഞ്ഞ ഉടനെ തന്നെ റസൽമേനിയയിലെ പങ്കിൻ്റെ എതിരാളിയായ റോമൻ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്ന ഒരു അഭിപ്രായം, ചാമ്പ്യനാണോ ക്രൗഡാണോ ഇപ്പോൾ ബോറായിക്കൊണ്ടിരിക്കുന്നത് എന്ന് അറിയില്ല. അതായത് ഈ ചാമ്പ്യൻഷിപ്പ് റണ്ണ് ബോറായി മാറിയിട്ടുണ്ട്, അത് കാണികൾക്കിടയിൽ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു അഭിപ്രായമാണ് റോമൻ റെയിൻസ് കൊടുത്തത്. ഇനി ഒരു മാസം വരെ മാത്രമേ ഈ ഒരു ചാമ്പ്യൻഷിപ്പ് ഇപ്പോഴത്തെ ചാമ്പ്യൻ്റെ കയ്യിൽ ഇരിക്കൂ എന്നും അത് തൻ്റെ കയ്യിലേക്ക് തിരികെ വരാൻ പോകുകയാണ്, ചാമ്പ്യൻഷിപ്പ് തൻ്റെ പക്കലിലേക്ക് വരാൻ പോകുകയാണ് എന്നുള്ളൊരു അഭിപ്രായമാണ് റോമൻ റെയിൻസ് കുറിച്ചത്. അപ്പോൾ ഇതൊരു ഡയറക്റ്റ് CM Punkനുള്ള ഒരു വെല്ലുവിളിയാണ്. CM Punk വളരെ ടയേർഡായിട്ടുള്ള, വളരെ പ്രായം ചെന്ന ഒരു ചാമ്പ്യനാണ്. കാണികൾക്ക് അദ്ദേഹത്തെ വെറുത്ത് തുടങ്ങി, ബോറായി തുടങ്ങി, അവർക്ക് മടുപ്പായി തുടങ്ങി എന്നുള്ളൊരു അഭിപ്രായമാണ് റോമൻ റെയിൻസ് പങ്കുവെക്കുന്നത്. അപ്പോൾ ഈ എലിമിനേഷൻ ചേംബർ പ്രീമിയം ലൈവ് ഇവന്റ് കഴിയുന്നതിന് ശേഷമുള്ള പോസ്റ്റ് ഷോ കോൺഫറൻസിൽ CM Punk ഇതിനുള്ള ഒരു മറുപടി റോമൻ റെയിൻസിന് കൊടുക്കുന്നുണ്ട്. റോമൻ റെയിൻസ് എപ്പോഴും പുറത്തിരുന്ന അഭിപ്രായം പറയുന്ന ആളാണ്. റോമൻ റെയിൻസ് ഒരിക്കലും ഈ റിങ്ങിലേക്കോ അല്ലെങ്കിൽ ഈ ഷോയിലേക്കോ വരുന്നില്ല. ഇപ്പോൾ 19,000-ലധികം കാണികൾ വന്ന ഒരു ഷോയായിരുന്നു ചിക്കാഗോയിലെ. പക്ഷേ അവർക്കും ഇതിലേക്ക് റോമൻ റെയിൻസിന് വരാൻ സാധിക്കുന്നില്ല. റോമൻ റെയിൻസിന് പേടിയാണ്. എന്തായാലും റസൽമേനിയയിൽ നിനക്ക് GTS എന്ന് പറയുന്ന തൻ്റെ ഫിനിഷർ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. നിനക്ക് മാത്രമല്ല, നിൻ്റെ കുടുംബത്തിലെ ഓരോ റെസ്ലേഴ്സിനും ഞാനത് ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നീ എന്നെയുമായിട്ടുള്ള അംഗത്തിന് ഒരുങ്ങിക്കഴിഞ്ഞ് തയ്യാറായി കൊണ്ടിരുന്നോളൂ എന്നുള്ളൊരു മറുപടിയാണ് CM Punk റോമൻ റെയിൻസിനെ കുറിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ എലിമിനേഷൻ ചേംബർ പ്രീമിയം ലൈവ് ഇവന്റ് കഴിഞ്ഞ ഉടനെ തന്നെ CM Punkും റോമൻ റെയിൻസും ഈ സോഷ്യൽ മീഡിയയിലൂടെ വലിയൊരു യുദ്ധം തുടങ്ങിയത് കൊണ്ട് തന്നെ ഇനിയുള്ള റോ എപ്പിസോഡുകളിൽ ഈ ചൊവ്വാഴ്ച അടക്കം നല്ല നല്ല സെഗ്മെൻറ്റ്സും നല്ലൊരു ഫൈറ്റും ഇവരുടെ റസൽമേനിയയിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബിൽഡപ്പിൻ്റെ ഭാഗമായി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അങ്ങനെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു മറുപടിയും റോമൻ റെയിൻസിന് CM Punk കൊടുക്കുന്നതായി കാണാൻ സാധിച്ചു. രണ്ടാമത്തെ അപ്ഡേറ്റ് ആ മിസ്റ്ററി ബോക്സിലൂടെ WWEയിലേക്ക് ഡെബ്യൂ ചെയ്ത ഡോൻ ഹാൻസ് എന്ന് പറയുന്ന റസ്ലറിനെ സംബന്ധിച്ചാണ്. AEW കരിയർ ഉണ്ടായിരുന്ന ഒരു റസ്ലറാണ് ഡോൻ ഹാൻസൺ. അവിടെ പറയത്തക്ക വലിയ അച്ചീവ്മെൻറ്റുകളൊന്നും താരത്തിൻ്റെ പേരിലില്ല. താരം ഒരു റസ്ലർ, ഒരു റസ്ലിങ്ങിൽ കയറി വലിയ രീതിയിൽ റസ്ലിൽ ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ളതിൽ ഉപരി ഒരു ക്യാരക്ടർ വർക്കിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു റസ്ലറാണ്. അതുകൊണ്ടാണ് ഒരു മിസ്റ്ററി ബോക്സിൻ്റെ ഉള്ളിൽ ഒരു മെജീഷ്യനെ പോലെ ഡോൻ ഹാൻസൻ്റെ ഒരു ക്യാരക്ടർ അവർ കാണിച്ചത്. അപ്പോൾ ട്രിപ്പിൾ എച്ച് ഈ ഒരു എലിമിനേഷൻ ചേംബർ പ്രീമിയം ലൈവ് ഇവന്റ് കഴിഞ്ഞതിന് ശേഷം പങ്കുവെക്കുന്ന ഒരു അപ്ഡേറ്റ് അനുസരിച്ച് എൻ്റർടൈൻമെൻറ്റ്, ഫണ്ട് തുടങ്ങിയ വകുപ്പുകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഡോൻ ഹാൻസനെ കൊണ്ടുവന്നിട്ടുള്ളത് എന്നാണ് ട്രിപ്പിൾ എച്ച് പങ്കുവെക്കുന്നത്. അതായത് ഇപ്പോൾ R-Truth എന്ന് പറയുന്ന റസ്ലറിൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് നമുക്കറിയാം. അത്തരത്തിൽ രസകരമായിട്ടുള്ള കുറച്ച് മൊമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനാണ് ഡോൻ ഹാൻസനെ നിലവിൽ WWE കോൺട്രാക്റ്റിലേക്ക് എത്തിച്ച് ഇപ്പോൾ എലിമിനേഷൻ ചേംബറിലൂടെ ഡെബ്യൂ ചെയ്യിപ്പിച്ചിട്ടുള്ളത് എന്ന് ട്രിപ്പിൾ എച്ച് തുറന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ചൊവ്വാഴ്ച നടക്കാൻ പോകുന്ന റോ എപ്പിസോഡിൽ ഡോൻ ഹാൻസൺ അപ്പിയറൻസ് നടത്താൻ സാധ്യത ഉണ്ടെന്നും PW ഇൻസൈഡർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും വലിയൊരു ബിൽഡപ്പ്, ഒരു മിസ്റ്ററി ബോക്സ് കാണിച്ചിട്ടുള്ള ബിൽഡപ്പ് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് ആരാധകർ ചോദിക്കുന്നത്. അത്രയും വലിയൊരു ബിൽഡപ്പിൻ്റെ ആവശ്യം ഡോൻ ഹാൻസൺ എന്ന റസ്ലറിനെ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആവശ്യകത ഉണ്ടായിരുന്നില്ല എന്നാണ് പലരും പങ്കുവെക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രണ്ടാമത്തെ അപ്ഡേറ്റ് സെത്ത് റോളിൻസിനെ സംബന്ധിച്ചാണ്. എലിമിനേഷൻ ചേംബർ പ്രീമിയം ലൈവ് ഇവന്റിലൂടെ WWEയിലേക്ക് തിരികെ വന്ന സെത്ത് റോളിൻസിൻ്റെ റസൽമേനിയയിലെ പദ്ധതി എന്ത് എന്നുള്ളതാണ് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത്. റസൽമേനിയയിൽ സെത്ത് റോളിൻസ് മത്സരിക്കും എന്നുള്ളത് ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സെത്തിൻ്റെ എതിരാളി ആര്? ഇന്നിപ്പോൾ സെത്ത് റോളിൻസ് ആക്രമിച്ചത് ലോഗൻ പോളിനെയാണ്. കാരണം ലോഗൻ പോളാണ് ആ ഒരു മെൻസ് എലിമിനേഷൻ ചേംബറിൽ ദ വിഷൻ എന്ന് പറയുന്ന ഫാക്ഷനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് പങ്കെടുത്തത്. അപ്പോൾ ദ വിഷൻ എന്ന് പറയുന്ന ഗ്രൂപ്പിനെതിരെയാണ് സെത്തിൻ്റെ ഒരു സ്റ്റോറി നിലവിൽ അവർ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ദ വിഷൻ ടീമിലെ ആർക്കെതിരെ വേണമെങ്കിലും സെത്തിന് മത്സരിക്കാൻ സാധിക്കും. നിലവിൽ ബാക്കി മെമ്പേഴ്സൊക്കെ ഇൻആക്റ്റീവായി നിൽക്കുന്നത് കൊണ്ട് തന്നെ ലോഗൻ പോളിനെതിരെ റസൽമേനിയയിൽ ചിലപ്പോൾ സെത്ത് റോളിൻസ് മത്സരിച്ചേക്കാൻ സാധ്യത ഉണ്ടെന്നുള്ളൊരു റിപ്പോർട്ടാണ് നിലവിൽ പുറത്തേക്ക് വരുന്നത്. പക്ഷേ ഈ ഒരു സമയത്തിനുള്ളിൽ ഇനി ഒരു മാസം അല്ലെങ്കിൽ 1.5 മാസത്തോളം ബാക്കിയുണ്ട്. ഈ ഒരു സമയത്തിനുള്ളിൽ ബ്രോൺ ബ്രേക്കറിന് തിരികെ വരാൻ സാധിച്ചാൽ അവർ റസൽമേനിയ 42-ലേക്ക്
സെത്ത് വേഴ്സസ് ബ്രോൺ ബ്രേക്കർ തമ്മിലുള്ള ഒരു സ്റ്റോറിയാണ് തുടക്കത്തിലെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു മത്സരം തന്നെ നടത്താൻ സാധ്യതകൾ ഏറെ എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ സെത്ത് വേഴ്സസ് ബ്രോൺ ബ്രേക്കർ അല്ലെങ്കിൽ സെത്ത് വേഴ്സസ് ലോഗൻ പോൾ, ഈ രണ്ട് മത്സരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് റസൽമേനിയ 42 നടക്കും എന്നുള്ളൊരു അപ്ഡേറ്റാണ് അറിയാൻ സാധിക്കുന്നത്. സെത്ത് വേഴ്സസ് ബിഗ് ബ്രോൺസൺ റീഡ് തമ്മിലുള്ള മത്സരം നടക്കില്ല. ബ്രോൺസൺ റീഡ് നിലവിൽ സർജറിയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്ന ഒരു സമയമാണ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സ്ത്രോൺസിൻ്റെ റസൽമേനിയ 42 പദ്ധതി. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ള അപ്ഡേറ്റ്, എന്തുകൊണ്ടാണ് റാൻഡി ഓർട്ടനെ എലിമിനേഷൻ ചേംബർ മത്സരത്തിൽ വിജയിപ്പിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. റസൽമേനിയ 42 റാൻഡി ഓർട്ടന് ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരം കിട്ടുന്നു എന്നുള്ളൊരു സന്തോഷത്തിലാണ് നിലവിൽ എല്ലാ റെസ്ലിംഗ് ആരാധകരും ഉള്ളത്. പക്ഷേ റാൻഡി ഓർട്ടൻ്റെ കേസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരിക്കലും ഒരു 1-on-1 സ്റ്റൈലിലുള്ള ഒരു മത്സരമായിരിക്കില്ല കിട്ടാൻ പോകുന്നത് എന്നുള്ളത് ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട്. കാരണം ഈ ശനിയാഴ്ച നടക്കാൻ പോകുന്ന സ്മാക്ഡൗൺ എപ്പിസോഡിൽ കോഡി റോഡ്സ് വേഴ്സസ് ഡ്രൂ മാക്കൻഡയർ തമ്മിലുള്ള അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻഷിപ്പ് മത്സരം കൺഫേം ചെയ്തത് തന്നെ ഈ റസൽമേനിയ 42 ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു മൾട്ടിമാൻ മത്സരമാണ്. ചാമ്പ്യൻഷിപ്പിന് വേണ്ടി ഒന്നിലധികം അല്ലെങ്കിൽ രണ്ടിലധികം ആളുകൾ പങ്കെടുക്കുന്ന ഒരു മത്സരമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അവിടെ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട്. അപ്പോൾ കോഡി റോഡ്സിനെ കൂടാതെ ജേക്കബ് ഫാറ്റുവിനെയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് ഒരു ഫേറ്റൽ ഫോർവേ ആയിരിക്കും റസൽമേനിയ 42 അവർ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഓൾറെഡി ഡ്രൂ മാക്കൻഡയറിൻ്റെ ചാമ്പ്യൻഷിപ്പിന് റാൻഡി ഓർട്ടൺ ഒരു ചലഞ്ചറായി കാണിച്ചിട്ടുണ്ട്. ഇനി കോഡി റോഡ്സിനെ ആഡ് ചെയ്യാൻ എളുപ്പമാണ്. കാരണം കോഡി റോഡ്സിൻ്റെ എല്ലാ അവസരങ്ങളും ഡ്രൂ മാക്കൻഡയർ ഇടപെട്ടുകൊണ്ട് നശിപ്പിക്കുന്നു എന്നുള്ളത് കൂടി കാണിച്ച് ഈ സ്മാക്ഡൗണിൽ നടക്കാൻ പോകുന്ന മത്സരം ഡിസ്ക്വാളിഫിക്കേഷനും കൂടി ആക്കിയാൽ അവർക്ക് കോഡി റോഡ്സിനെ ആഡ് ചെയ്യാൻ സാധിക്കും. ഇതേ ഒരു പോയിന്റിൽ കോഡി റോഡ്സിൻ്റെ ചാമ്പ്യൻഷിപ്പ് അവസരങ്ങൾ ഡ്രൂ മാക്കൻഡയർ നഷ്ടപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ പോലെ ജേക്കബ് ഫാറ്റുവിൻ്റെ അവസരങ്ങളും ഡ്രൂ മാക്കൻഡയർ നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളൊരു പോയിന്റ് വെച്ച് ജേക്കബ് ഫാറ്റുവിനെയും കൂടി ആഡ് ചെയ്തുകൊണ്ട് അവർക്കിതൊരു പൂർണ്ണ ഫേറ്റൽ ഫോർവേ മത്സരമാക്കി റസൽമേനിയയിലേക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലേക്കുള്ള സ്റ്റോറി ബിൽഡപ്പിൻ്റെ ഭാഗമായിട്ടാണ് റാൻഡി ഓർട്ടനെ കൂടി ഈ ഒരു ചേംബറിൽ വിജയിപ്പിച്ചിട്ടുള്ളത്. റാൻഡി ഓർട്ടനെ വിജയിപ്പിക്കുന്നതിലെ മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് ആരാധകരെ തിരികെ റസൽമേനിയ 42 ഒരു ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. കാരണം കോടിക്കണക്കിന് ആരാധകർ റാൻഡി ഓർട്ടൻ്റെ പിറകിലുണ്ട്. അപ്പോൾ റാൻഡി ഓർട്ടന് അനിവാര്യമായിട്ടുള്ള ഒരു വിജയം കൊടുക്കുമ്പോൾ റാൻഡി ഓർട്ടൻ്റെ സ്റ്റോറിയിൽ കുറച്ചും കൂടി ഒരു പ്രാധാന്യം ലഭിക്കും. അത് റസൽമേനിയയുടെ ടിക്കറ്റ് സെയിൽസിനെ നല്ല രീതിയിൽ ഉയർത്താനും സാധിക്കും. ആരാധകർ റസൽമേനിയ പോലെയുള്ള ഇവൻറ്റ്സ് കാണാനുള്ള ഒരു ആവേശം വർദ്ധിപ്പിക്കാനും സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പോയിന്റ്സുകളൊക്കെ വെച്ചിട്ടാണ് എലിമിനേഷൻ ചേംബറിൽ റാൻഡി ഓർട്ടനെ വിജയിപ്പിച്ചതെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.